നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് ജമ്മു കാശ്മീരിലെത്തും. 1500 കോടി ചെലവിൽ 84 വികസന പദ്ധതികൾക്കും 2 ദിവസങ്ങളിലായി അദ്ദേഹം തറക്കല്ലിടും. ഇന്ന് വൈകിട്ട് 6 മണിയോടെ യുവാക്കളുടെ ശാക്തീകരണം, ജമ്മു കാശ്മീരിന്റെ പരിവർത്തനവും എന്ന പരിപാടിയും അദ്ദേഹം അഭിസംബോധന ചെയ്യുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാർഷിക മേഖലകളെ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ജമ്മു കാശ്മീരിൽ തുടക്കം കുറിക്കും. തുടർന്ന് നാളെ ശ്രീനഗറിലെ SKICCയിൽ നടക്കുന്ന 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിക്കും പ്രധാനമന്ത്രി നേതൃത്വം നൽകും. ഇവിടെ വെച്ച് നടക്കുന്ന സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ജമ്മു കാശ്മീർ സന്ദർശനത്തിന് മുന്നോടിയായി ശ്രീനഗറിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മൾട്ടി ലെയർ സുരക്ഷാ കവചമാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. താൽക്കാലിക റെഡ് സോണുകളായി പ്രദേശങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പരിശോധനകളും നിരീക്ഷണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചു. റെഡ് സോണുകളിലായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ അനധികൃതമായ ഡ്രോൺ ഓപ്പറേഷനുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കാൻ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കും. 2 ദിവസം പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം നെല്ലിന് താങ്ങുവില കിലോയ്ക്ക് 23 രൂപയാക്കി ഉയർത്തി കേന്ദ്ര സർക്കാർ. പുതിയ നിരക്ക് അനുസരിച്ച് 1 ക്വിന്റൽ നെല്ലിന് 2300 രൂപയാണ് താങ്ങുവില. മുൻ വർഷത്തേക്കാൾ 117 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. നെല്ല് ഉൾപ്പെടെ 14 ഖരീഫ് സീസൺ വിളകളുടെ ഈ സീസണിലേക്കുള്ള താങ്ങുവിലയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. റാഗി, ബജ്ര, മെയ്സ്, പരുത്തി തുടങ്ങിയ വിളകളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പുതിയ തീരുമാനം നിലവിൽ വന്നതോടെ കർഷകർക്ക് 2 ലക്ഷം കോടി രൂപയാണ് താങ്ങുവിലയായി ലഭിക്കുക. കഴിഞ്ഞ വർഷത്തേക്കാൾ 35,000 കോടി രൂപ അധികമാണ് ഈ തുകയെന്ന് മന്ത്രി പറഞ്ഞു. കർഷകരുടെ മുടക്കുമുതലിന്റെ 50% അവരുടെ കൈകളിൽ തിരിച്ചെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തീരുമാനം പ്രഖ്യാപിച്ച മന്ത്രി പറഞ്ഞു. എണ്ണക്കുരുവിനും ധാന്യങ്ങൾക്കുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ താങ്ങുവില പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നെല്ല് ഉൾപ്പെടെയുള്ള വിഭവങ്ങളുടെ താങ്ങുവിലയും സർക്കാർ ഉയർത്തിയത്. കർഷകരും യുവാക്കളും ഒക്കെ വികസിത ഭാരതത്തിന്റെ നെടുന്തൂണാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഇത് ശരിവയ്ക്കുന്ന തീരുമാനമാണ് കേന്ദ്ര മന്ത്രിസഭ കൈക്കൊണ്ടതും.